വിദേശത്ത് നിന്ന് വരുന്നവർക്ക് കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതിനെതിരായ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദീകരിക്കുന്നതിനിടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പ്രവാസികളുടെ കോവിഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. ചാർട്ടേഡ് വിമാനങ്ങളിൽ വരുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയതുപോലെ തന്നെ വന്ദേ ഭാരത് വിമാനങ്ങളിൽ വരുന്നവർക്കും വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു. സർക്കാർ നിർദ്ദേശത്തോട് ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ പ്രതികരിച്ചതായി മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഖത്തറിൽ പുറത്തിറങ്ങുന്ന എല്ലാവർക്കും എഫ്തറാസ് എന്ന ആപ്പ് നിർബന്ധമാണ്. അതിൽ ഗ്രീൻ സ്റ്റാറ്റസ് ഉള്ളവർ കോവിഡ് നെഗറ്റീവ് ആയിരിക്കും. ഇതുള്ളവർക്ക് മാത്രമേ പൊതുസ്ഥലങ്ങളിൽ പ്രവേശനമുള്ളൂ. അല്ലാത്തവർ പുറത്തിറങ്ങിയാൽ കടുത്ത ശിക്ഷയാണ്. ആയതിനാൽ തന്നെ ഖത്തറിൽ നിന്നുള്ളവർക്ക് ഈ പരിശോധന തന്നെ മതിയാകും. വേറെ പരിശോധന വേണ്ടെന്ന് ഖത്തറിലെ അംബാസിഡർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം UAE-യിലെ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഫലപ്രദമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. UAE-യിൽ വിമാനത്താവളങ്ങളിൽ റാപ്പിഡ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിലും വിമാന കമ്പനികൾ അതത് രാജ്യങ്ങളിലെ ആരോഗ്യ അധികൃതരുമായി ചേർന്ന് പരിശോധന നടത്തണം. അങ്ങനെ ചെയ്താൽ പ്രശ്നമുണ്ടാവില്ല. പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളില്ലാത്തതാണ് പ്രവാസികളെ കുഴയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. UAE, ഖത്തർ എന്നിവയ്ക്ക് പുറമെ ചാർട്ടേഡ് വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ കോവിഡ് പരിശോധനാ ഫലം നിർബന്ധമാക്കിയ സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതോടെ പ്രവാസി സംഘടനകൾ പോലും ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. കനത്ത പ്രതിഷേധമാണ് പ്രവാസി ലോകത്ത് ഉയർന്നത്. നടപടി സൗദിയിലെ പ്രവാസികൾക്ക് അപ്രായോഗികമാണെന്ന് ജിദ്ദയിലെ CPIC പ്രവാസി സംഘടനയായ ന്യൂ ഏജ് ഇന്ത്യ ഫോറം വ്യക്തമാക്കി. മുമ്പൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത വിധം സാമ്പത്തികമായും മാനസികമായും അങ്ങേയറ്റം വിഷമകരമായ സാഹചര്യത്തെയാണ് പ്രവാസികൾ നേരിടുന്നതെന്നാണ് പറയുന്നത്. പ്രവാസികളെ എന്നും ചേർത്ത് നിർത്തിയിട്ടുള്ള സർക്കാരിൽ നിന്ന് ഇത്തരമൊരു നടപടി പ്രതീക്ഷിച്ചതല്ലെന്ന് ഒട്ടുമിക്ക പ്രവാസികളും ഒരേ സ്വരത്തിൽ പറയുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ UAE, ഖത്തർ ഒഴികെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലെ നിരവധി പ്രവാസികൾ ഇതിനോടകം തന്നെ ആശങ്കയിലായിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.